കുഞ്ഞിലെ എനിക്കുള്ളൊരു ശീലമായിരുന്നു ഈ കുഞ്ഞ് ബുക്ക് അല്ലെങ്കിൽ മിനി ബുക്സൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക. അങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നതൊക്കെ ശീലം. പക്ഷേ എൻ്റെ കുഞ്ഞിലെ ഒന്നും അത്രയ്ക്ക് അവൈലബിൾ ആയിട്ടില്ലായിരുന്നു ഈ കുഞ്ഞ് ബുക്കൊക്കെ. ഇപ്പോഴല്ലേ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിലേക്ക് ബുക്കിലെ പേപ്പർ വലിച്ച് കീറി കട്ട് ചെയ്തൊക്കെയായിരുന്നു ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ അമ്മയുടെ ഒന്ന് ശരിക്കും വഴക്കും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഉണ്ടാക്കാറായില്ലേ, വലിയ കുട്ടിയായില്ലേ. അപ്പം ഇന്ന് നമുക്കൊരു മിനി ബുക്ക് ഉണ്ടാക്കിയാലോ? കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നോട്ട് ചെയ്ത് വെക്കാനും ഹോംവർക്കൊക്കെ നോട്ട് ചെയ്ത് വെക്കാനും പിന്നെ പേരൻസിൻ്റെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെക്കാനും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മിനി ബുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പേപ്പർ ഇവിടെ എടുക്കുന്നുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം പേപ്പർ ഇവിടെ വേണം. അതിന് ശേഷം ഒരു മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂടിയായിട്ട് ഞാൻ എടുക്കുന്ന ഒരു ഗിൽറ്റർ പേപ്പറാണ്. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാരമില്ല, വേറെ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി എടുക്കുന്നതേ ഉള്ളൂ. അതെടുക്കുക, അത് മണ്ടയ്ക്ക് ഒട്ടിച്ച് വെക്കുക. അത്തരം 2 പേപ്പറാണ് എടുക്കുന്നത്, കാരണം അപ്പുറം ഇപ്പുറം ഒട്ടിച്ച് വെക്കണമല്ലോ. അതുകൊണ്ട് എൻ്റെ 2 പേപ്പർ എടുക്കുന്നുണ്ട്. ഈ ഗിൽറ്റർ പേപ്പറൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒട്ടുന്ന പശ വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം, അല്ലെങ്കിൽ ഒട്ടാൻ കുറച്ച് പാടാണ്. 2 വശവും അതേമാതിരി ഒട്ടിച്ചെടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗിൽറ്റർ പേപ്പർ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സാധാരണ പേപ്പറോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ വെച്ചിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ഒരു മോഡൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ പേപ്പർ ഒട്ടിച്ച മാതിരി തന്നെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ മണ്ടവശം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. കാരണം ആ അകത്തിരിക്കുന്ന പേപ്പർ ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പക്ഷേക്കാളും നല്ലത് ഇത്രയും മാസ്കിൻ ടേപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാസ്കിൻ ടേപ്പ് തന്നെ വേണമെന്നില്ല, സാധാരണ പ്ലാസ്റ്റിക് മാതിരി ഇരിക്കുന്ന ടേപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി. കുറച്ച് വലിയ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. നല്ല വൃത്തിയിൽ അതങ്ങനെ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ എൻ്റെ മണ്ടയ്ക്കൊരു ചെറിയൊരു ലേസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് നമ്മുടെ ഫെയറി ബുക്കൊക്കെ ഇല്ലേ, അതേമാതിരി ഒരു ലുക്ക് വരുത്തിയെടുക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും നിങ്ങളുടെ കയ്യിലേക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്താൽ മതി. ഞാനിവിടെ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേരോടെ ഞാൻ ഒന്ന് എഴുതി ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കില്ല. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.